Welcome to Balance Sheet. പ്രവാസത്തിന് ശേഷം ഓരോ പ്രവാസിയുടെയും സാമ്പത്തിക നില എങ്ങനെ ഭദ്രമാക്കാം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ബാലൻസ് ഷീറ്റിൽ നമ്മൾ സംസാരിക്കുന്നത്. ഇതിനായി നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റിന്റെ ചെയർമാനായ KV ഷംസുദ്ദീനാണ്. വെൽക്കം സർ. സർ, നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാഴ്ച, ഇവിടെ കുറേ വർഷങ്ങൾ കഷ്ടപ്പെട്ട് കുറേ കാശൊക്കെ നാട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ട് അവസാനം പാപ്പർ, നമുക്ക് ആ വാക്ക് തന്നെ ഉപയോഗിക്കല്ലേ, പാപ്പരായിട്ട് ഒരു കുടുംബത്തിന് ബാധ്യതയാവുന്ന ഒരു പ്രവാസിയാണ്. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എന്താണ് സർ ശ്രദ്ധിക്കേണ്ടത്? അങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മളുടെ വരുമാനത്തിൽ നിന്ന് എത്രയാണോ കിട്ടുന്നത് അതിൽ നിന്നൊരു നിശ്ചിത സംഖ്യ സ്ഥിരമായി നിക്ഷേപം നടത്തുന്ന ഒരു സ്വഭാവം നമ്മൾ കെട്ടിപ്പടുക്കണം. അങ്ങനെ കെട്ടിപ്പടുത്ത നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ ആ നിക്ഷേപത്തിൽ നിന്ന് നാട്ടിൽ സുഖമായി ജീവിക്കാനുള്ള ഒരു വരുമാനം കിട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഓരോ പ്രവാസിയും ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ജീവിക്കുമ്പോൾ എത്ര സംഖ്യ നാട്ടിലേക്ക് അയക്കുന്നു അതോ അതിനേക്കാൾ കൂടുതലൊരു സംഖ്യ നമുക്ക് ഓരോ മാസവും വരുമാനമായിട്ട് കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടായിത്തീരുള്ളൂ. അപ്പോൾ അത് വളരെ അത്യാവശ്യമായി നമ്മൾ ഓരോരുത്തരും ചെയ്തിരിക്കേണ്ട കാര്യമാണ്. അതെ, സാധാരണ പ്രവാസികൾ ഇന്നിൽ ജീവിച്ചില്ല, നാളത്തേക്ക് ഒരു നാട്ടിൽ പോകുന്നത്. അതായത് ഇവിടെ ജീവിക്കുമ്പോൾ ജീവിതകാലം മുഴുവൻ ഇവിടെ ജീവിക്കാം എന്നുള്ളൊരു മിഥ്യാധാരണയോട് കൂടിയാണ് ജീവിക്കുന്നത്. നമുക്കൊരിക്കലും സാധിക്കില്ല. നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോയാൽ തീരൂ എന്നതുപോലെ തന്നെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം ഇല്ലെങ്കിൽ നമുക്ക് ആർക്ക് വേണ്ടി നമ്മൾ ഇത്രയും കാലം ത്യാഗം സഹിച്ചുകൊണ്ട് ജീവിച്ചോ അവരിൽ നിന്ന് സ്നേഹവും പരിലാളനയും കിട്ടാതെ പലപ്പോഴും തള്ളിപ്പറയുന്ന അവസ്ഥ പോലും ഉണ്ടാവുകയും തിരിച്ച് ഗൾഫിലേക്ക് വാർദ്ധക്യം, അനാരോഗ്യം ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് വരുന്ന അവസ്ഥ എത്രയോ നമ്മൾ കാണാറുണ്ട്. അത് വരാതിരിക്കണമെങ്കിൽ നമ്മുടെ വരുമാനത്തിൽ നിന്ന് കൃത്യമായി മിച്ചം വെക്കുകയും ആ മിച്ചം വെച്ച സംഖ്യ നിക്ഷേപം നടത്തുകയുമാണ് ചെയ്യേണ്ടത്. സാധാരണ സർ നമ്മൾ കണ്ടുവരുന്നത് പ്രവാസികൾ എന്ന് പറയുമ്പം അവരുടെ എന്തെങ്കിലും ശമ്പളത്തിൽ നിന്നൊക്കെ മിച്ചം വെച്ചിട്ട് നമ്മുടെ നാട്ടിലെ ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മന്ത്ലി ആയിക്കോട്ടെ, ഇയർലി ആയിക്കോട്ടെ. അപ്പോൾ അത് ഇപ്പോൾ സാറ് നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്കതൊരു ദീർഘകാലത്തേക്ക് ജീവിക്കാൻ വേണ്ട അത്രയും തുക അതിനകത്ത് കാണത്തില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ശരിക്കും എത്രത്തോളം സുരക്ഷിതമാണ് അല്ലെങ്കിൽ എത്രത്തോളം ലാഭകരമാണ്? നമുക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് പണം കയ്യിൽ വെക്കാൻ സാധിക്കില്ല. സുരക്ഷിതമായി സംഭരിക്കാനുള്ള ഒരു സംവിധാനമാണ് ബാങ്ക് ഡെപ്പോസിറ്റ്. ആ ബാങ്ക് ഡെപ്പോസിറ്റിൽ നിന്ന് കിട്ടുന്നത് നാട്ടിലെ പണപ്പെരുപ്പം, ടാക്സ് ഇങ്ങനെയുള്ളതിന് നമ്മുടെ പൈസയ്ക്ക് ഉണ്ടാവുന്ന തേയ്മാനത്തിൻ്റെ ഭാഗികമായ നഷ്ടപരിഹാരമാണ്. ഒരിക്കലും ഒരു നാട്ടിലും ബാങ്കിൽ നിന്ന് കിട്ടുന്ന ആദായം ആ നാട്ടിലുണ്ടാവുന്ന പണപ്പെരുപ്പത്തിന് തുല്യമോ ഒരിക്കലും ആവില്ല. എപ്പോഴും അതിനേക്കാൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ബാങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്ത് അതിൽ നിന്ന് ആദായമെടുത്ത് ജീവിക്കാൻ ഒരാൾക്കും സാധിക്കില്ല എന്ന് പ്രവാസികൾ മനസ്സിലാക്കണം. പകരം ഒരു നാട്ടിലെ പണപ്പെരുപ്പത്തേക്കാൾ കൂടുതലുള്ള ഇൻകം കിട്ടുന്ന മാർഗങ്ങളെ കണ്ടെത്തുകയും അതിൽ നിക്ഷേപം നടത്തുകയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ വർഷവും നാട്ടിൽ പോവാറുണ്ട്. കഴിഞ്ഞ വർഷം നാട്ടിൽ പോയപ്പോൾ ഒരു മാസം നാട്ടിൽ നിൽക്കാൻ വേണ്ടി എത്ര ചെലവാക്കിയോ അതിനേക്കാൾ ഏറ്റവും ചുരുങ്ങിയത് 25% കൂടുതൽ ചെലവാക്കിയപ്പോൾ മാത്രമേ ഈ വർഷം നമ്മൾ നാട്ടിൽ പോയപ്പോൾ നമുക്ക് നിൽക്കാൻ സാധിച്ചിട്ടുള്ളൂ. അത് സംഭവിക്കുന്നത് പ്രസിദ്ധീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ പണപ്പെരുപ്പം നാട്ടിൽ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ പണപ്പെരുപ്പത്തെ കവച്ചു വെക്കുന്ന, ആദായം കിട്ടുന്ന മേഖലകൾ കണ്ടെത്തലാണ് ഓരോ പ്രവാസിയും ചെയ്യേണ്ട കാര്യം. അതിന് നിരവധി മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഉദാഹരണമായിട്ട് ഏറ്റവും ചുരുങ്ങിയ വരുമാനക്കാർക്കും മധ്യവരുമാനക്കാർക്കും ഉയർന്ന വരുമാനക്കാർക്കും എല്ലാം തന്നെ നിക്ഷേപിക്കാൻ അനുയോജ്യമായൊരു മാർഗമാണ് മ്യൂച്വൽ ഫണ്ട്. ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് പൊതുജനങ്ങളിൽ നിന്ന് പണം സമാഹരിച്ച്
വിദഗ്ധരായിട്ടുള്ള ആളുകൾ ജനങ്ങളിൽ നിന്ന് സമാഹരിച്ച പണം പല മേഖലകളും നിക്ഷേപം നടത്തുകയും അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം നിക്ഷേപകർക്ക് നൽകുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തെയാണ്. ഇത് പരിപൂർണമായും കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ് നടക്കുന്നതും. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പരിപൂർണ നിയന്ത്രണത്തിലാണ് അതുള്ളത്. റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിൽ നിലനിൽക്കുന്നത് പോലെ ഇത്തരം കമ്പനികളെല്ലാം സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സിബി എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ പരിപൂർണ കൺട്രോളിലായതുകൊണ്ട് ആരും തന്നെ നമ്മൾ കൊടുക്കുന്ന പണം തട്ടിക്കുകയോ മോഷ്ടിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്ത് കൊണ്ടുപോകില്ല. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ തന്നെ ഏറ്റവും പ്രവാസികൾക്ക് അനുയോജ്യമായ മാർഗം എല്ലാ മാസവും ഒരു നിശ്ചിത സംഖ്യ നമ്മുടെ വരുമാനത്തിൽ നിന്ന് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഈ പദ്ധതിയിലേക്ക് ഓട്ടോമാറ്റിക്കായി ഓട്ടോ ഡെബിറ്റായി പോയിക്കൊണ്ടിരിക്കുന്ന സംവിധാനമാണ്. അതിനാണ് SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് ഒരു വ്യക്തി എല്ലാ മാസവും 10,000 റുപ്യ വീതം 10 വർഷം ചെയ്തു കഴിഞ്ഞാൽ 12 ലക്ഷമാണ് ചെയ്യുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളുടെ അനുഭവം വെച്ച് എനിക്ക് പറയാൻ സാധിക്കും, അങ്ങനെ ഒരാൾ ചെയ്ത് ഇന്ന് നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ അദ്ദേഹം അങ്ങനെ ചെയ്ത 12 ലക്ഷം ഏകദേശം 25 ലക്ഷത്തിനും 30 ലക്ഷത്തിനും ഇടയിലായി തീർന്നിരിക്കും. അങ്ങനെ തീർന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നാട്ടിൽ ചെന്ന് അതിൽ നിന്ന് 1% എല്ലാ മാസവും എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 25,000-ഓ 30,000-ഓ പ്രതിമാസം ലഭിക്കും. ഓക്കെ. ഇപ്പം സാറ് പറഞ്ഞല്ലോ നമ്മൾ 10 വർഷം കൊണ്ട് 10,000 രൂപ മന്ത്ലി 12 ലക്ഷം നമ്മൾ അടയ്ക്കുന്നു അല്ലേ? അതിന് നമുക്ക് മാസം 25 തൊട്ട് 30,000 വരെ നമുക്ക് നാട്ടിൽ ചെന്നാൽ വരുമാനമായിട്ട് ലഭിക്കും. അത് എങ്ങനെയാണ് സാർ? കാരണം കേൾക്കുമ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു സംശയം ഉണ്ടാവുമല്ലോ. അത് ലഭിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അത് നിക്ഷേപം നടത്തിക്കൊണ്ട് അതിൽ നിന്ന് ആദായം വർദ്ധിച്ച് ആ 12 ലക്ഷം 25 ലക്ഷത്തിനും 30 ലക്ഷത്തിനും ഇടയിലായിട്ടുള്ള അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോഴും. അങ്ങനെ ഉള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് അങ്ങനെ കിട്ടാൻ സാധ്യത ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഗ്യാരണ്ടി നമ്മൾ സാധാരണ പറയില്ല ഈ കാര്യത്തിൽ, പക്ഷെ അനുഭവത്തിൽ എങ്ങനെ കിട്ടും. പക്ഷെ ഇതിൽ റിസ്ക് വളരെ കുറവ്, അതാണ് മനസ്സിലാക്കേണ്ടത്. കുറവാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ മാസവും 10,000 രൂപ വെച്ച് ഉദാഹരണമായിട്ട് നിക്ഷേപം നടത്തുകയാണ്. ഇതിലുണ്ടാവുന്ന റിസ്ക് മാർക്കറ്റിനുള്ള ഏറ്റക്കുറച്ചിലുകളാണ്. ചെയ്യും താഴുകയും ചെയ്യും. അതാണ് എനിക്കൊരു സംശയം. കാരണം നമ്മൾ എപ്പോഴും ചിലപ്പോൾ ഓഹരി നില താഴ്ന്നു എന്നൊക്കെ വായിക്കാറുണ്ട്. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറയുന്ന സമയത്തും നമ്മൾ 10,000 ചെയ്യുമ്പോൾ കൂടിയ സമയത്ത് ചെയ്തതിനേക്കാൾ കൂടുതൽ യൂണിറ്റുകൾ നമുക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെ കുറഞ്ഞ സമയമാണ് ഇതിൽ കൂടുതൽ ഉണ്ടായിരിക്കുക. അങ്ങനെ വരുമ്പോൾ ഏവറേജ് കോസ്റ്റ് വളരെ കുറവായിരിക്കും ഇതിന് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന ആ അപജയം ഉണ്ടല്ലോ, താഴോട്ട് വരുന്ന സാഹചര്യം, അത് മുഴുവൻ ഇങ്ങനെയുള്ള നിക്ഷേപം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇല്ലാതായിത്തീരും. ഇനി മറ്റൊരു അത്ഭുതം കൂടെ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ 10 വർഷം ചെയ്തപ്പോഴാണ് ഇത്ര കിട്ടുമെന്ന് പറഞ്ഞത്. 20 വർഷമാണ് ചെയ്യുന്നതെങ്കിൽ 12 ലക്ഷത്തിന് പോയി 24 ലക്ഷമാണ് ചെയ്യുന്നത്. പക്ഷേ 24 ലക്ഷം 20 വർഷം കൊണ്ട് ചെയ്ത വ്യക്തിയുടെ നിക്ഷേപം ഇതേ അളവിൽ വളരുകയാണെങ്കിൽ ആയിത്തീരുന്നത്, ആ സംഖ്യ ആയിത്തീരുന്നത് 1 കോടി റുപ്യയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ 25 മുതൽ 30 ലക്ഷം വരെ ആവുന്നതാണ്. ഇത് അത്ര എത്തും. 1 കോടി ആവുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വ്യക്തി തിരിച്ചെടുപ്പ് തുടങ്ങിയെങ്കിൽ, 1% തുടങ്ങിയെങ്കിൽ പ്രതിമാസം 1 ലക്ഷം റുപ്യ അദ്ദേഹത്തിന് ചെലവിന് കിട്ടും. എന്നാൽ 30 വർഷം ജീവിച്ച ആളുകളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന 1 കോടിക്ക് പകരം 3.5 കോടിയായിട്ട് വളരുകയാണ് ചെയ്യുന്നത്. ഇത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അത്ഭുതം തോന്നും. കാരണം ഇത് മാജിക് ഓഫ് കോമ്പൗണ്ടിങ് എന്നുള്ള പ്രിൻസിപ്പിളിൽ ഇത് വളർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ലഭിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 3.5 ലക്ഷം കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്.
അപ്പോൾ ഇത് ഏറ്റവും സുരക്ഷിതമായ, എല്ലാവർക്കും ചെയ്യാവുന്ന, വെറും 1000 ഉറുപ്പ്യ മുതൽ എത്ര സംഖ്യ വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു സംവിധാനമാണ്. ഇതിന് പാൻ കാർഡ് ഉണ്ടായിരിക്കണം, ഒരു NRI അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നിർബന്ധമായിട്ട് വേണ്ടത്. ഈ 2 കാര്യങ്ങളാണ്. ചെക്ക് ബുക്കും വേണം. ഇതുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ നിക്ഷേപം നടത്തുവാൻ സാധിക്കും. സാർ ഇപ്പം പറഞ്ഞല്ലോ വളരെ സുരക്ഷിതമായിട്ടൊരു മാർഗ്ഗം. പക്ഷെ നമ്മൾ ഇടയ്ക്കൊക്കെ കേൾക്കാറുണ്ട് ഓഹരി താഴ്ന്നപ്പോൾ ചിലർക്കൊക്കെ നഷ്ടം വന്നു, അങ്ങനെയൊക്കെ ചില കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനുള്ളിലെ സത്യാവസ്ഥ എന്താണ് സാർ? അത് ആ നിക്ഷേപത്തിൽ പറ്റുന്ന തെറ്റുകൊണ്ടാണോ, എന്താണ്? അല്ല, അത് ആ വിഷയത്തിലേക്കാണ് വരുന്നത്. ഇനിയിപ്പോൾ മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ച് ഏകദേശം രൂപം കിട്ടി. ഇനി രണ്ടാമതൊരു മേഖല ഉള്ളത് ഓഹരി കമ്പോളത്തിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ്. ഓഹരി കമ്പോളത്തിൽ നിക്ഷേപിക്കുമ്പോൾ ഓഹരി കമ്പോളത്തിൽ നിക്ഷേപം നടത്താനേ പാടുള്ളൂ. ഊഹക്കച്ചവടം പാടില്ല. ഊഹക്കച്ചവടം എന്ന് പറയുന്നത് ഷീട്ട് കളിക്കുന്ന ഒരു തരത്തിലുള്ള ഊഹക്കച്ചവടമാണ്. മറ്റുള്ള എല്ലാ തരത്തിലുള്ള ഗാംബ്ലിങ്ങും ഊഹക്കച്ചവടം എന്ന് പറയും. സ്റ്റോക്ക് മാർക്കറ്റിലും ആളുകൾ അത് ചെയ്യും, പക്ഷെ അത് ചെയ്യാൻ പാടില്ല. നല്ല കമ്പനികൾ തിരഞ്ഞെടുത്ത്, ലാഭകരമായ കമ്പനികളെ തിരഞ്ഞെടുത്ത് അത് വാങ്ങിക്കുന്ന ഒരു സംവിധാനത്തെയാണ് ഓഹരിയിൽ നിക്ഷേപിക്കുക എന്ന് പറയും. മറ്റൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നിക്ഷേപകന് ഈ മേഖലയെപ്പറ്റി അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അറിയുന്നവരോട് അന്വേഷിച്ച് മനസ്സിലാക്കിയിരിക്കണം. ഭയം പാടില്ല, അത്യാഗ്രഹം പാടില്ല, ക്ഷമ വേണം. ഇങ്ങനെ ചില ഗുണങ്ങൾ ഉള്ളവർക്കേ ഈ മേഖല നിക്ഷേപിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടുന്ന മേഖലകളെ നോക്കിക്കഴിഞ്ഞാൽ ഓഹരി കമ്പോളമാണ് മറ്റുള്ള എല്ലാ മേഖലയെക്കാളും ഭേദം ലാഭം നമുക്ക് കിട്ടുന്നത്. പക്ഷെ അവിടെയും നമ്മൾ ഒരു നിക്ഷേപം നടത്തുന്നു, അത് ഉടനെ തന്നെ വിൽക്കുന്നു, ഇങ്ങനെ ചെയ്യാതെ ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം വളരെ കൂടുതലാണ്. ഇപ്പോൾ ഇവിടെ എനിക്കറിയാം 30 വർഷമൊക്കെയായിട്ട് നിക്ഷേപം നടത്തിയിട്ട് കയ്യിലിരിക്കുന്ന അവർ 5000 ഉറുപ്പിക മാത്രം നിക്ഷേപം നടത്തിയിട്ടുള്ള ITC എന്ന് പറയുന്ന കമ്പനിയുടെ ഓഹരിയുടെ ഇപ്പോഴത്തെ വില 50 ലക്ഷത്തിൽ കൂടുതലാണെന്ന് ഞാൻ ഇപ്പോൾ പറയുമ്പോൾ ഈ കേൾക്കുന്ന ബഹുഭൂരിപക്ഷ ആളുകൾക്കും വിശ്വാസം തോന്നില്ല. അതൊരു സത്യമാണ്. പക്ഷെ അത് എന്തുകൊണ്ടാണ്? അത് സൂക്ഷിച്ചു വെച്ചതുകൊണ്ടാണ്. അതേസമയം അത് വിറ്റിരുന്നെങ്കിൽ അത് കിട്ടുമായിരുന്നില്ല. പക്ഷെ അതിൽ നിന്ന് ധാരാളം ലാഭവിഹിതവും കിട്ടിയിട്ടുണ്ട്. അത് ഇതിന് പുറമെയാണ്. അപ്പോൾ ഈ മേഖലയിൽ നിക്ഷേപിക്കണമെങ്കിൽ പാൻ കാർഡ് വേണം, ഒരു ബ്രോക്കറെ കണ്ടെത്തി അവരുടെ അടുത്തൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കണം, ഓഹരികൾ ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിക്കാനുള്ള ഡെപ്പോസിറ്ററി അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കണം. ഇതുണ്ടായാലേ ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ മുൻകാലങ്ങളിൽ ഒരു പക്ഷെ കണ്ടു കാണും, ഓഹരികളെല്ലാം കടലാസ് രൂപത്തിലായിരുന്നു. ഇപ്പൊ കടലാസ് രൂപത്തിൽ ഓഹരികളില്ല. ഓഹരികൾ ഒരു കമ്പനി ഇറക്കിക്കഴിഞ്ഞാൽ അത് നമ്മളുടെ ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഒരു സംവിധാനത്തിൽ ഇന്ത്യയിലുള്ള 2 ഡെപ്പോസിറ്ററി ഓർഗനൈസേഷൻസ് NSDL SDL എന്ന് പറഞ്ഞിട്ട് 2 എണ്ണം ഉണ്ട്. അവരാണ് ഇത് സൂക്ഷിക്കുന്നത്. അതിന് അവരുടെ അടുത്ത് നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു, ഡെപ്പോസിറ്ററി അക്കൗണ്ട്. നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ അക്കൗണ്ടിൽ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ദിവസവും നമുക്ക് ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നോക്കാം, എൻ്റെ ഓഹരി എത്ര, അതിൻ്റെ വില എത്രയെന്ന് നമുക്ക് മനസ്സിലാക്കാം. വളരെ ഈസിയാണ് ഈ കാര്യങ്ങൾ. ഇതാണ് രണ്ടാമതൊരു മേഖല. ഇതിലും നേരത്തെ പറഞ്ഞതുപോലെ നിക്ഷേപകർക്ക് മെച്ചപ്പെട്ട റിട്ടേൺ കിട്ടുന്നുണ്ട്. പക്ഷെ അവിടെ കളിച്ചാൽ, ഊഹക്കച്ചവടം ചെയ്താൽ ഇതിൽ നടത്തിയ സംഖ്യ മുഴുവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഊഹക്കച്ചവടം ചെയ്യുന്നവർ സാധാരണ ചെയ്യാറ് കയ്യിലുള്ളതിനെ ഒരു ഭാഗം നൽകിക്കൊണ്ട് അതിൻ്റെ 5 ഇരട്ടിയോ അതിൽ കൂടുതലോ ഓഹരികൾ വാങ്ങിക്കുകയും ഉടനെ തന്നെ വിൽക്കുകയും ചെയ്യാണ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ആ 5% താഴ്ച വന്നു കഴിഞ്ഞാൽ എത്ര സംഖ്യയാണോ നിക്ഷേപിച്ചിട്ടത് അത് മുഴുവൻ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് ചെയ്യാതെ നിക്ഷേപം നടത്തി വെക്കുകയാണെങ്കിൽ ഓഹരി കമ്പോളം ഇട്ട് വന്നാലും സംഭവിക്കുന്നത് ആ പർട്ടിക്കുലർ ഓഹരിയുടെ മൂല്യം കുറയാണ് ചെയ്യുന്നത്. നമുക്ക് നഷ്ടം സംഭവിക്കുകയല്ല, പിന്നീട് തിരിച്ചു വരാം. ഊഹക്കച്ചവടം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആരും ചെയ്യരുത്.
ഇനി മറ്റൊരു മേഖല, എനിക്ക് തോന്നുന്നു മിക്കവാറും പേര് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് അല്ലേ, വാങ്ങിക്കുക, പെട്ടെന്ന് ഓഹരി മറിച്ചു വിൽക്കാനുള്ള ഒരു ശ്രമത്തിലാണെന്ന് തോന്നി കൂടുതൽ പേർക്ക് നഷ്ടം വരുന്നത്. ഇപ്പൊ സാർ, ഇപ്പൊ നമ്മൾ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചും ഓഹരികളെ കുറിച്ചും ഒക്കെ സംസാരിച്ചു കഴിഞ്ഞു. ഇനി വേറെ എന്തൊക്കെ തരത്തിലാണ് നമുക്ക് നിക്ഷേപിക്കാൻ പറ്റുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്? പ്രവാസികൾ സാധാരണ ചെയ്യാറുള്ളത് വസ്തു വാങ്ങിക്കുക. ഇത് എല്ലാവരുടെയും സ്വപ്നമാണ്. അതിൽ തെറ്റുമില്ല. കാരണം കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും പ്രതിശീർഷ ഭൂലഭ്യത കുറഞ്ഞ സംസ്ഥാനം. ഒരാൾക്ക് ആളോഹരി ഭൂമി ഏറ്റവും കുറവുള്ള സ്ഥലം കേരളമാണ്. അതുകൊണ്ട് ഒരു വീട് എന്ന സ്വപ്നം ഉള്ളവരാണ് നമ്മൾ മലയാളികൾ എല്ലാവരും. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ വില കൂടും. പക്ഷേ നാട്ടിലേക്ക് തിരിച്ചു ചെന്ന് അതിൽ നിന്ന് വരുമാനം കൊണ്ട് ജീവിക്കാൻ തീരുമാനിച്ചാൽ നടക്കുന്ന കാര്യമില്ല. കാരണം നമ്മൾ നാട്ടിലേക്ക് വന്നിരിക്കുന്നു, അത് വിറ്റ് അതിൽ നിന്ന് ജീവിക്കണമെന്ന് മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ നാട്ടിലുള്ള ബ്രോക്കർമാർ മുഴുവൻ അവരുടെ ബുദ്ധിയിലേക്ക് അത് എത്തിക്കും നമ്മുടെ ചിന്ത. അതോടുകൂടി നമ്മളുടെ ഭൂമിക്ക് ഏറ്റവും കുറഞ്ഞ വില നമുക്ക് നൽകാനുള്ള സംവിധാനം അവരുണ്ടാക്കും. അതിന് പകരം ഭൂമിയിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഏത് സമയത്താണോ ഒരു നല്ല വില ലഭിക്കുന്നത് അത് നാട്ടിലേക്ക് പോകാനും മറ്റും കാത്തിരിക്കാതെ ആ സമയം ഉപയോഗപ്പെടുത്തി വിൽക്കുക. എന്നാലേ അതിൽ നേട്ടമുള്ളൂ. അതാണ് ഒരു മേഖല. അല്ലാതെ ഭൂമിയിൽ നിന്ന് മറ്റൊരു ആദായവും നമ്മുടെ നാട്ടിൽ കിട്ടില്ല. മറ്റൊരു മേഖല പറയുന്നത് കൃഷിയാണ്. കൃഷി ലാഭകരമാണ്, പ്രൊവൈഡഡ് ഈ ഭൂമി വില കുറവുള്ളതാണെങ്കിൽ. നമ്മുടെ നാട്ടിൽ ഇന്നത്തെ വിലയ്ക്ക് ഭൂമി വാങ്ങിച്ച് കൃഷി ചെയ്താൽ അത് ലാഭകരമായിത്തീരില്ല. നിലവിലുള്ള ഭൂമി ലീസിനെടുത്ത് വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ സഹായത്തോടു കൂടി മോഡേൺ സംവിധാനത്തോടു കൂടിയുള്ള കൃഷി ചെയ്യുകയാണെങ്കിൽ വളരെ ലാഭകരമാണ്. അത് പ്രവാസിക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ്. മറ്റൊന്ന് പ്രവാസികൾ ചെയ്യാറുള്ളത് വീട് അല്ലെങ്കിൽ ബിൽഡിംഗ് ഉണ്ടാക്കി വാടകയ്ക്ക് കൊടുക്കാറാണ്. അത് ചെയ്യുമ്പോൾ അവർക്കുള്ളൊരു മാനസിക സംതൃപ്തി. 4 ആളുകൾ പറയും ഈ വീട് ഇന്ന ആളതാണ്, ഈ ബിൽഡിംഗ് ഇന്ന ആളതാണ്, അല്ലെങ്കിൽ പേരെന്നെ കൊത്തിവെക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടൊരു സംതൃപ്തിക്ക് വേണ്ടിയാണ് പലരും ചെയ്യുന്നത്. പക്ഷേ അത്തരം കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ഏറ്റവും ലോവസ്റ്റാണ്. 5% പോലും കിട്ടത്തില്ല. മാത്രമല്ല അതിന് ടാക്സ് ഉണ്ട്, അതുപോലെ ആനുവൽ മെയിൻ്റനൻസ് വരും. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ 4% പോലും കിട്ടാത്ത സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഇന്ത്യയിൽ അതെ. അപ്പം അതുകൊണ്ട് അതേസമയം ഒരു വീടോ ഫ്ലാറ്റോ നിർമ്മിച്ച് വിൽക്കുകയാണെങ്കിൽ അത് ലാഭകരമാണ്. ഒരു 1500 രൂപ സ്ക്വയർ ഫീറ്റിന് വെച്ച് ഉണ്ടാക്കിയാൽ 2000 ഉറുപ്പ്യ വെച്ച് വിൽക്കാൻ സാധിക്കും. അപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിന്റെ മുകളിൽ 500 രൂപ ലാഭം കിട്ടും. ഇത് അനുയോജ്യമായിട്ടുള്ളതാണ്. ഇത്തരം കാര്യങ്ങളാണ് സാധാരണ പ്രവാസികൾ ചെയ്യാറുള്ളത്. മറ്റൊരു മേഖല, ഒരു കുട്ടി പിറന്നിട്ടുണ്ടെങ്കിൽ, ഒരു പെൺകുട്ടി പിറന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ യുവതലമുറയിൽപ്പെട്ട പെൺകുട്ടികൾ ആരും തന്നെ ആഭരണം വളരെ അപൂർവമായിട്ടേ ഉപയോഗിക്കുന്നുള്ളൂ. എന്നാൽ തന്നെ ഈ കുട്ടി വളർന്നു വന്ന് അവളുടെ വിവാഹത്തിന് ഒരു 100 പവനിൽ കുറയാതെ കൊടുക്കണമെന്നുള്ള അത്യന്തമായ ആഗ്രഹമാണ് പേരൻസിനുണ്ടാവുക. അതിനു വേണ്ടി ആ പിറന്നു വീണ ദിവസം മുതൽ സ്വർണം വാങ്ങിച്ചു വെക്കും. പക്ഷേ അതിൽ മനസ്സിലാക്കേണ്ടത്, സ്വർണത്തിൻ്റെ ചരിത്രം പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ 1980 സ്വർണത്തിൻ്റെ വില കൂടി. അതിനുശേഷം 82 കുത്തനെ താഴോട്ട് വന്നു. പിന്നീട് സ്വർണ്ണവില വർദ്ധിച്ചു തുടങ്ങിയത് 2004 മുതലാണ്. 2004 മുതൽ സ്വല്പം വർദ്ധിച്ചു വന്നു. 2012 ആവുമ്പോൾ അതിൻ്റെ മൂർധന്യത്തിൽ വന്നു. വീണ്ടും താഴോട്ട് വന്നു. ഇപ്പോൾ താഴ്ന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും സ്വല്പം മേലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരിക്കലും സ്വർണം ലാഭകരമായ നിക്ഷേപമായി ദീർഘകാലം ഇരുന്നിട്ടില്ല. ഈ പറഞ്ഞ കാലഘട്ടത്തിൽ മാത്രമാണ് 80-82 കാലഘട്ടത്തിലും അതുപോലെ 2004 മുതൽ 2012 വരെയുള്ള കാലഘട്ടത്തിലും മാത്രമാണ് സ്വർണത്തിന് ഉയർച്ച ഉണ്ടായിട്ടുള്ളത്. അപ്പം അതിന് പകരം സ്വർണം വാങ്ങിച്ചു വെക്കുന്നുണ്ടെങ്കിൽ അത് ആഭരണമായിട്ട് ഒരിക്കലും വാങ്ങിച്ചു വെക്കാൻ പാടില്ല. കാരണം
അതിനെല്ലാം തന്നെ എപ്പോഴും വാങ്ങിക്കുമ്പോൾ ഏറ്റവും ഭംഗിയുള്ള ആഭരണം വാങ്ങിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പണിക്കൂലി അതിന് കൊടുക്കുന്നുണ്ട്. വിൽക്കുമ്പോൾ പണിക്കൂലി തിരിച്ചു കിട്ടില്ല, നഷ്ടപ്പെട്ടു പോകും. എപ്പോഴും നമ്മളിങ്ങനെ ഒരു പഴഞ്ചൊല്ല് പോലെ പറയില്ല, സ്വർണം വാങ്ങിക്കുമ്പോഴും കൊടുക്കുമ്പോഴും നമുക്ക് എപ്പോഴും നഷ്ടമേ ഉണ്ടാവുകയുള്ളൂ. അത് പലപ്പോഴും പലർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് സ്വർണം ഇങ്ങനെയുള്ള ഉദ്ദേശത്തിൽ വാങ്ങിച്ചു വെക്കുന്നുണ്ടെങ്കിൽ കോയിൻസ് ആയിട്ടോ ബാറായിട്ടോ ആയിരിക്കണം വാങ്ങിച്ചു വെക്കണം, നിക്ഷേപം എന്നുള്ള നിലയ്ക്ക്. എന്നാൽ തന്നെ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള തരത്തിലുള്ള ലാഭം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ നമ്മൾ സാധാരണ ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഉപദേശിക്കുമ്പോൾ എപ്പോഴും ആളുകളോട് പറയാ, നമ്മൾ ഒരിക്കലും എല്ലാ മുട്ടയും ഒരു കൊട്ടയിൽ സൂക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ഒരു മേഖലയിൽ നിക്ഷേപിക്കാൻ പാടില്ല എന്ന് പറയുന്നത് വളരെ അർത്ഥവത്താണ്. അതുകൊണ്ട് വ്യത്യസ്ത മേഖലയിൽ നിക്ഷേപിക്കലായിരിക്കും പ്രവാസികൾക്ക് നല്ലത്. അതുകൊണ്ടാണ് ഈ എല്ലാ മേഖലയും നമ്മൾ ടച്ച് ചെയ്തത്. എല്ലാവർക്കും ഇതിൽ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതെ, തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ നിക്ഷേപത്തെക്കുറിച്ച് തന്നെ സാർ കുറേ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള, അപ്പോൾ ഇന്ന് ഒരു മെയിൽ വായിക്കാനുള്ള സമയം നമുക്കുള്ളൂ. അതെ, സൈനുദ്ദീനാണ് മെയിൽ അയച്ചിരിക്കുന്നത്. സൈനുദ്ദീൻ പ്രവാസിയാണ്. സൈനുദ്ദീൻ നിക്ഷേപിക്കണം എന്ന് വളരെ ആഗ്രഹമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ സൈനുദ്ദീൻ ചോദിക്കുന്നത്, ഈ പലിശ ഇനത്തിലേക്കൊന്നും പോകാതെ സുരക്ഷിതമായി എന്നാൽ പുള്ളിയുടെ ഇഷ്ടത്തിനനുസരിച്ച് നിക്ഷേപിക്കാൻ പറ്റിയത് ഇന്ത്യയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നാണ് ചോദിച്ചത്. ഇന്ത്യയിൽ അതിനുള്ള അവസരങ്ങളുണ്ട്. നമ്മൾ മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ച് സംസാരിച്ചു. ഇന്ത്യയിൽ 2 മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, ടാറ്റ എത്തിക്കൽ ഫണ്ട്, ടോറസ് എത്തിക്കൽ ഫണ്ട്. അതിൽ പലിശ, മനുഷ്യന് ഹാനികരമായ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ, സിഗരറ്റ്, പാൻ പരാഗ്, പുകല പോലുള്ളത്, അത് ഒഴിവാക്കിയിട്ട് പലിശ വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യുന്ന കമ്പനികൾ, ന്യൂഡിറ്റി ഉള്ള ചില കമ്പനികളുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെ മേഖലകൾ അനുവദനീയമല്ലയോ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അനുവദനീയമായ മേഖലകൾ മാത്രം ചൂസ് ചെയ്ത് അതിൽ മാത്രം നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളെ എത്തിക്കൽ ഫണ്ട് എന്നാണ് ഇന്ത്യയിൽ പറയുക. ആ എത്തിക്കൽ ഫണ്ട് ഒന്ന് ടാറ്റ എത്തിക്കൽ ഫണ്ട്, രണ്ടാമത് ടോറസ് എത്തിക്കൽ ഫണ്ട്. ഭാഗ്യവശാൽ ഈ 2 ഫണ്ടുകളും നന്നായി പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്യുന്നുണ്ട്. ഓഹരിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കും ഇന്ത്യയിൽ എത്തിക്കൽ ഇൻഡെക്സ് ഉണ്ട്, അല്ലെങ്കിൽ ശരിയ ഇൻഡെക്സ് ഉണ്ട്. അതിൽ വരുന്ന കമ്പനികൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ, സെലക്ട് ചെയ്ത് അതിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ ഒരു നിക്ഷേപകൻ എന്നുള്ള നിലയ്ക്ക് ഏതാണ് നിക്ഷേപിക്കേണ്ട കമ്പനികളെന്ന് അദ്ദേഹത്തിനെ പോലുള്ള ആളുകൾക്ക് പരിശോധിക്കേണ്ടതില്ല. നേരിട്ട് അതിൽ വരുന്ന കമ്പനികൾ അതിന് അനുയോജ്യമായ വിലയിൽ കിട്ടുമ്പോൾ നിക്ഷേപിക്കാൻ സാധിച്ചാൽ ആ സൈനുദ്ദീനെ പോലുള്ള ആളുകൾക്ക് പരിപൂർണമായും സുരക്ഷിതമായ നിക്ഷേപം നടത്താനുള്ള അവസരം ഇന്ന് ഇന്ത്യയിൽ ഉണ്ട്. ഇത്തരം കാര്യങ്ങളിലാണ് അത് ചെയ്യേണ്ടത്. സൈനുദ്ദീനെ പോലെ തന്നെ മറ്റൊരുപാട് പേരുണ്ട് ഈ വിശ്വസ്തത ഉള്ളിടത്ത് നിക്ഷേപിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഇത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇന്ന് നമ്മുടെ ഈ എപ്പിസോഡ് കണ്ടിട്ടുള്ള എല്ലാ പ്രവാസികൾക്കും നിക്ഷേപിക്കേണ്ടത് എവിടെയാണെന്ന് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടാവും. താങ്ക് യു സോ മച്ച് സർ. ബാലൻസ് ഷീറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം.